ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൂപ്പന് കുത്തു കിട്ടിയിട്ട് അവിടെ കരയുകയാണ്. നമ്മുടെ അമലു മൂപ്പനെ പിടിച്ചിട്ട് അപ്പ എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഗംഗയാണെങ്കിൽ അവിടെ നിന്ന് മൂടി രക്ഷപ്പെടുകയും ശ്രമിക്കുകയാണ്. അപ്പോൾ ആ നേരം തന്നെ അവിടേക്ക് കിരണും അതുപോലെ ബൈജുവും രതീഷും കൂടി വള്ളത്തിൽ അങ്ങനെ വരികയാണ്. അപ്പോൾ വള്ളം ഇവിടെ ഒതുക്കിയിട്ട സാറ് പോയിട്ട് വായു എന്ന് പറയുന്നുണ്ട്. അപ്പം കിരൺ ആ സമയത്ത് രതീഷിനോടൊക്കെ പറയാണ്, കാട് ഉൾക്കാടാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് വഴി തെറ്റിപ്പോകും, ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ വരുന്ന കാഴ്ച നമ്മുടെ ഗംഗ കാണുകയാണ്. ഗംഗയാണെങ്കിൽ ഒരു ചെടിയുടെ മറവിൽ അങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ഇവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവർ വള്ളക്കാരോട് പറഞ്ഞിട്ട് കാടിനുള്ളിലേക്ക് പോകുന്ന കാഴ്ച നോക്കി നിന്നിട്ട് അവൻ വേഗം തന്നെ ആ പുഴയിലേക്ക് എടുത്ത് ചാടുകയാണ് വേറൊരു സ്ഥലത്ത്. എന്നിട്ട് അവൻ നീന്തി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതേ സമയത്ത് അവരങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നു നമ്മുടെ അമലുവിൻ്റെ. അപ്പോൾ ആരോ കരയുന്ന ശബ്ദമാണല്ലോ ആ കേൾക്കുന്നത് എന്ന് കിരൺ പറയുന്നുണ്ട്. വേഗം തന്നെ അവർ 3 പേരും ഓടിച്ചെല്ലുകയാണ് അമലുവിൻ്റെ അരികിലേക്ക്. എന്താ പറ്റിയത് മൂപ്പന് എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ആ ദുഷ്ടൻ കുത്തിയിട്ട് പോയതാണ്, കമ്പെടുത്ത് കുത്തിയതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വേഗം തന്നെ കിരൺ പൾസ് പിടിച്ചു നോക്കുകയാണ്. പൾസ് കുറഞ്ഞു വരികയാണ്. നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് ഫോറസ്റ്റുകാരും എത്തുകയാണ്. അപ്പോൾ ഫോറസ്റ്റുകാരുടെ വിവരം പറയുന്നുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ നമുക്ക് എത്രയും വേഗം ഡോക്ടറേക്ക് എത്തിക്കാം എന്നും പറഞ്ഞങ്ങനെ അവരെല്ലാവരും ചേർന്ന് മൂപ്പനെ പിടിച്ച് വള്ളത്തിൽ കയറ്റുകയാണ്. കൂടെ അമലും കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അമലുവിനോട് കിരൺ പറയുന്നുണ്ട്, അമലു മോളെ നീ വീട്ടിലോട്ട് പൊക്കോ, ഞങ്ങൾ എന്തായാലും അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അപ്പൻ എന്ന് പറഞ്ഞ അവളിങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും എല്ലാവരും ചേർന്ന് മൂപ്പരെ വള്ളത്തിലേക്ക് കയറ്റി അങ്ങനെ കൊണ്ടുപോവുകയാണ്. അമലു ആണെങ്കിൽ തിരികെ വീട്ടിലോട്ട് ഓടിച്ചെല്ലുകയാണ് കരഞ്ഞുകൊണ്ട്. അമ്മ അമ്മ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ എന്താടി നീ നിലവിളിച്ച് കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്പനെ കുത്തി ആ ദുഷ്ടൻ എന്ന് പറയുകയാണ്. അപ്പോൾ മൂപ്പത്തി ആകെ പേടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു മൂർച്ചയുള്ളൊരു കമ്പെടുത്ത് അവൻ കുത്തുകയായിരുന്നു. അവൻ്റെ പേര് വിനായകൻ എന്നൊന്നല്ല, അവന് നന്നായി സംസാരിക്കാൻ കഴിയാമേ, അവന് കുറേ ആൾക്കാരെ കൊന്നിട്ടാണ് ഈ കാട്ടിൽ ഒളിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ മൂപ്പത്തിക്ക് ദേഷ്യം വരികയാണ്. മൂപ്പത്തി അവളുടെ കാരണം നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് വേലുമോന് അവൻ കൊള്ളരുതാത്തവനാണ് എന്ന്, എന്നിട്ട് നീ പറഞ്ഞു കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം മൂപ്പത്തി അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിന് എന്താടി പറ്റിയത്, എങ്ങനെയുണ്ടടി മുറിവ്, ആഴത്തിലുള്ളതാണോ എന്നൊക്കെ ചോദിച്ച് നല്ലോണം ചോര പോയി അമ്മയെന്ന് പറയുന്നുണ്ട് അവൾ കരഞ്ഞുകൊണ്ട്. അപ്പോൾ മൂപ്പത്തി അവിടെ ഇരുന്ന് വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ആ സമയം തൻ്റെ വയറിലൊന്ന് തൊട്ടു നോക്കുകയാണ് അമലു. തനിക്ക് വല്ലാത്തൊരു ചതിയാണല്ലോ പറ്റിയത് എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹോസ്പിറ്റലിൽ കിരണൊക്കെ അവരെ എത്തിക്കുകയാണ്, മൂപ്പനെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ മൂപ്പനെ കാഷ്വാലിറ്റിയിലേക്ക് എടുത്തിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ഈ കിരൺ അവിടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അമലുവിന് എന്തായാലും വലിയൊരു തെറ്റാണ് പറ്റിയത്. വേലു പറഞ്ഞത് വേലുവിനെ വെറുത്തിട്ട് അവനെ സ്നേഹിച്ചു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ബൈജു പറയുന്നുണ്ട്, അതിന് അമലുവിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവൻ അങ്ങനെയുള്ളവനാണ്, അവന് മധുരമുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ഏത് പെൺകുട്ടിയും വീഴ്ത്താൻ പറ്റും, തന്നെയല്ല അവനെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരനല്ലേ, ഇങ്ങനെയുള്ളവനാണെന്ന് കണ്ടാൽ പറയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എടുത്ത വഴിക്ക് രതീഷ് പറയുകയാണ്, എന്തിനാ സാറേ അമലുവിനെ കുറ്റം പറയുന്നത്, സാറിൻ്റെ ഭാഗത്തല്ലേ തെറ്റ് മുഴുവൻ സംഭവിച്ചത്, സാറല്ലേ പറഞ്ഞത് അവൻ മരിച്ചു എന്ന്, എന്നിട്ടിപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നതിന് കാരണം സാറ് തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ കിരണാകെ മുഖത്ത് കൈവച്ച് ഇങ്ങനെ വല്ലാത്ത കഷ്ടമായി എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കിരൺ പറയുന്നുണ്ട്, അമ്മയും അതുപോലെ തന്നെ കല്യാണിയും അവിടെ ഐസിയുൻ്റെ മുന്നിലുണ്ട്, ഞാൻ അവരരികിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അവർ 2 പേരും അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. കിരൺ അരികിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായി കിരണേട്ടാ പോയിട്ട് എന്ന് അവരിങ്ങനെ ആകാംക്ഷയോട് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, കാഷ്വാലിറ്റിയിൽ ഒരാളെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ മൂപ്പൻ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞായിരുന്നു, ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അത് അവനോട് ചോദ്യം ചെയ്തതാണ്. പക്ഷേ അവൻ അവിടെ ഇരുന്നതിന് വലിയൊരു കമ്പെടുത്ത് മൂപ്പനെ കുത്തി അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. മൂപ്പനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിരണേട്ടനോട് ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്, കിരണേട്ടനല്ലേ വിശ്വസിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി. അപ്പോൾ ആ സമയത്ത്
കല്യാണിയോടായിട്ട് കിരൺ പറയാണ്, അത് ശരിയാണ്, നിന്റെ സ്വപ്നത്തിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. നിന്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്നുണ്ടല്ലോ. അല്ല ഇപ്പം എങ്ങനെയുണ്ട് അച്ഛന് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛന് ചെറിയൊരു കുറവ് ഇങ്ങനെ റിക്കവറായി വരുന്നുണ്ട്. പിന്നെ വിഷം മാത്രമല്ല സൈനൈഡും കൂടി ചേർന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നാക്കും മണ്ണാക്കൊക്കെ പൊള്ളിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ലക്ഷ്മിയമ്മയും കാർത്തികയും സൂക്ഷിക്കണം. അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അവനിനി അവൻ്റെ ആൾക്കാരുമായിട്ട് തിരിച്ചെത്തും. അപ്പോൾ രൂപ പറയുകയാണ്, അവർ മാത്രമല്ല നമ്മളെല്ലാവരും സൂക്ഷിക്കണം. അവർ ആ സൈനൈഡ് കലർത്തിയ ആ തേൻ എല്ലാവരും കഴിക്കുകയാണെങ്കിൽ എല്ലാവരും അതോടുകൂടി തീരുമെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ അവൻ്റെ സങ്കല്പങ്ങൾ തെറ്റിപ്പോയി. എന്തായാലും എല്ലാവരും സൂക്ഷിക്കണം. ഇനിയിപ്പോൾ രാത്രി കറക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ രൂപ കിരണിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗയെയാണ് കാണിക്കുന്നത്. ഗംഗയാണെങ്കിൽ ആ പുഴ നീന്തി കടന്നിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവിടെ ഒരു മീൻ പിടുത്തക്കാരൻ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാവ മനുഷ്യൻ അയാൾ കുറച്ച് മീൻ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അരികിലേക്ക് വന്നിട്ട് ഇവൻ പറയുകയാണ്, ഈ മീൻ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നത്. അയ്യോ ഇത് അടുത്ത ഷാപ്പിലേക്കുള്ളതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പൈസ തരാടോ എന്ന് പറയാണ്. അപ്പോൾ 1000 രൂപയെങ്കിലും കിട്ടാതെ ഇത് തരാൻ പറ്റില്ല സാറേ എന്ന് പറയുമ്പോൾ, 1000 അല്ല ഞാൻ 2000 തരാം തനിക്ക്, ഈ മീൻ എനിക്ക് തായോ എന്ന് പറയാണ്. എന്നാൽ ശരി സാർ എടുത്തോ, ഇനി എന്തായാലും ഒന്നും കൂടി വീശി നോക്കാം, ഇനിയിപ്പോൾ ഷാപ്പാരോട് ഞാൻ എന്താ പറയുക എന്നൊക്കെ ആ വള്ളക്കാരൻ 1000 വല വീശുന്ന ആളിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അല്ല ചേട്ടൻ്റെ കയ്യിൽ ഫോണുണ്ടോ, ഞാൻ ഒന്ന് നീന്തി കടന്നു വന്നതാണ്, എൻ്റെ കാറൊക്കെ അപ്പുറത്തേക്ക് എടുക്കുകയാണ്, ഫോണും അതുപോലെ തന്നെ അവിടെ തന്നെയാണ്, എനിക്കൊന്ന് നീന്താൻ തോന്നിയത് കൊണ്ട് ഞാൻ നീന്തിയതാണ് എന്നിങ്ങനെ ഗംഗ പറയുമ്പോൾ അത് വിശ്വസിക്കുകയാണ് അയാൾ. ചേട്ടൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ, എനിക്കൊന്നൊരാളെ വിളിക്കാനാണെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കാതെ ആൾ ആ ഫോണെടുത്ത് മടിക്കുത്തിൽ നിന്ന് ഫോണെടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഫോൺ നോക്കിയതിന് ശേഷം പുറംതിരിഞ്ഞ് നിൽക്കുന്ന വലവീശി നിൽക്കുന്ന അയാൾ ചവിട്ടി ആ പുഴയിലേക്ക് ഇടുകയാണ് ഗംഗ. എന്നിട്ട് ആ ഫോണും എടുത്ത് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഗംഗ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഇതിനെ കാണിക്കുകയാണ്, അമലുവിനെ തന്നെയാണ് കാണിക്കുന്നത്. അമലു ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ, കാടിനുള്ളിൽ സംഭവിച്ച അപ്പനെ കുത്തിയതും അവന് സംസാരിക്കാൻ ശേഷിയുള്ളവനാണെന്ന് അപ്പൻ വിളിച്ച് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അമലു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അമലുവിനെ ഛർദ്ദിക്കാൻ വരികയാണ്. അവിടെ നിന്നും ഓടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. അതിനുശേഷം വായ കഴുകി അവിടെ ചെന്നിരിക്കുകയാണ്. അപ്പോഴും ആ വയറങ്ങനെ തടവി നിൽക്കുന്നുണ്ട്. അവൾ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ ദുഷ്ടൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ തുടിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. എന്തായാലും അതിനുശേഷം ഹോസ്പിറ്റൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മൂപ്പന് എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ കൊണ്ടുവരുമ്പോൾ നേരിയ ഒരു പൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതും നിന്നു എന്ന് പറയുന്നു. അപ്പം ഞെട്ടുകയാണ് കിരൺ. അതെ മരിച്ചു, ആളെ കിട്ടിയില്ല, പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 പേരും അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഡോക്ടർ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കല്യാണി അവിടേക്ക് വരികയാണ്. എന്താ പറഞ്ഞത് ഡോക്ടർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഇല്ല ജീവൻ കിട്ടിയില്ല, മൂപ്പൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്